ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾക്ക്, ഇപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിയായിട്ടൊരു ടെലിപ്പതി കണക്ഷനോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു റിലേഷൻഷിപ്പിനിലേക്ക് തിരിച്ചു വരുന്ന വിചാരിക്കുന്ന ആ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി റിലേഷൻഷിപ്പിനെ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഇത്രയും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ നിങ്ങൾ വിട്ടു പോകാൻ കഴിയാത്തത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും അകൽച്ചയിലായിരിക്കണം എന്നില്ല, സിറ്റുവേഷൻ പലതായിരിക്കും. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ വരുന്ന എനർജി എന്താണെന്നുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ കുറിച്ച് ഹോപ്പോടുകൂടി കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളൂ, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിതിന് അധികം കാർഡ്സ് എടുക്കുന്നില്ല, ജസ്റ്റ് സിറ്റുവേഷൻ്റെ ഒരു ഔട്ട്ലുക്കാണ് ഇവിടെ എടുക്കുന്നത്. കാരണം നമ്മളുടെ ടോപ്പിക്ക് വേറെയാണല്ലോ. ഓക്കെ, ഫസ്റ്റ് കാർഡ് 10 ഓഫ് കപ്സ്. Okay, 3 of swords. Five of cups. Four of swords energy. അതിൻ്റെ ഒരു കാർഡ് കൂടി എടുക്കാം. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ, വളരെ ഹാപ്പി ആയിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു പക്ഷേ ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ അത്രയും നൈസായിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം. ഒരുപാട് ഡ്രീമൊക്കെ കണ്ട് അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് പോയൊരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ ആവാം, എന്തായാലും ഒരു ഹാർട്ട് ബ്രേക്ക് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു 5 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. ഒരു ലോസ് അല്ലെങ്കിൽ ആ ഒരു നഷ്ടബോധത്തിൽ ഒരാളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു വ്യക്തി ഒരു റെസ്റ്റിംഗ് എനർജിയാണ്. ആ ഒരു റെസ്റ്റിംഗ് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രണ്ട് പേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. വിഷമിച്ചിരിക്കുന്നതാണെന്നുണ്ടെങ്കിലും അവിടെ ആക്റ്റീവ് അല്ല, അവിടെയും സങ്കടമാണ് കാണുന്നത്. നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കമൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു എനർജിയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. മേ ബി രണ്ടുപേരും ഇതിനകത്തൊരു ചേഞ്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സങ്കടപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം ഏറ്റവും കൂടുതലായിട്ട് ഈ സിറ്റുവേഷൻ ഒരു മാറ്റം വരാനായിട്ട് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഓവറോൾ സിറ്റുവേഷൻ നോക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനകത്ത് തന്നെയാണ് ഒരു ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിലാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ എല്ലാം ശരിയാവുമായിരിക്കും, കുറച്ച് ടൈം വേണം, കാലം മാറി വരുമ്പോൾ എല്ലാം ഓക്കെ ആവും എന്നൊക്കെ വിചാരിച്ച് പോകുന്ന എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം മേ ബി നിങ്ങളായിരിക്കാം അത്രയും വിഷമിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ് കാണുന്നത്. അല്ലെങ്കിൽ ആ യൂണിവേഴ്സിനെ ഏൽപ്പിച്ച് എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയം വരുമ്പോൾ മാറി മറിയും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതാണ് നമുക്ക് ഓവറോൾ ഔട്ട്കം സിറ്റുവേഷൻ കിട്ടിയിരിക്കുന്നത്. സിറ്റുവേഷൻ നമ്മളിവിടെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മനോഭാവം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട്ടുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ റീഡിങ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ജസ്റ്റ് ഒരു ഔട്ട്ലുക്കായിട്ട് മാത്രം എടുത്തത്. അപ്പോൾ നമുക്കിനി ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ നമ്മൾ നോക്കിയപ്പോൾ രണ്ട് വ്യക്തികളും ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥ മാറും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ നിങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു ആഗ്രഹം തീവ്രമാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്കറിയില്ല ആരുടെ എനർജിയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്.
എന്താണെന്നുണ്ടെങ്കിലും നേരത്തെ കണ്ട ആ ഒരു സിറ്റുവേഷനിലുള്ള വ്യക്തികളുടേതാണ്. Okay, Three of Cups, Knight of Swords, Knight of Pentacles, Two of Cups, Magician, Ten of Swords, Tower, Ace of Swords, Five of Pentacles, Lovers, Three of Wands. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് പറഞ്ഞു ഓൾറെഡി കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ എങ്കിലും മനസ്സുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്കത് കാണാം. കാരണം നമ്മൾ സിറ്റുവേഷൻ നോക്കിയപ്പോൾ അതിനകത്ത് ഉണ്ടായ ഒരു ഹാർട്ട് ബ്രേക്ക് പോലെ നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, രണ്ടു പേർക്കും വിഷമമുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതാകെ ഒരു സൈലൻസ് എന്നുള്ള രീതിയിൽ പോകുന്നൊരവസ്ഥയായിരിക്കാം. അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. പക്ഷേ എങ്കിലും ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, നിങ്ങളുടെ രണ്ട് പേരുടെ മൈൻഡ് തമ്മിൽ കണക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഏത് ഇമോഷൻസിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടാവാം. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് പല രീതിയിലുള്ള സിമ്പിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും കണക്റ്റ് ആവുന്നുണ്ട്, ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഭൂരിഭാഗം വ്യക്തികൾക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഒക്കെ അബ്രോഡുള്ളവരായിരിക്കാം, ഒരാൾ വിദേശത്തായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, ഇവിടെ വന്നിരിക്കുന്ന ഒരു 2 ഓഫ് കപ്സ് എനർജി ആൻഡ് ലവേഴ്സ് എനർജി. നിങ്ങളുടെ ആ ഒരു ഡീപ്പ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ കാണിക്കുന്ന എനർജിയാണ്. ഒരു തിക്ക് ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അല്ല ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലാണെന്നുണ്ടെങ്കിലും എത്ര ചോയ്സസ് കാര്യങ്ങൾ വേറെ റിലേഷൻഷിപ്പൊക്കെ കടന്ന് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു എനർജി ബ്രേക്ക് ചെയ്യാൻ മറ്റൊന്നിനും സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചില സമയത്ത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം അറിയാതെ നമ്മളുടേതായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു ഘട്ടം എത്തുമ്പോൾ അത് ഒരു തിരിച്ചറിവിലേക്ക് വരാറുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ നമുക്ക് അത്രയേറെ ശക്തമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാണെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വിട്ടു പോകാൻ കഴിയാത്തത്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് മൂവ് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും അത് കഴിയാത്തൊരവസ്ഥ. വീണ്ടും ഇതിനകത്ത് തന്നെ ഈ ഒരു സൈക്കിളിനകത്തേക്ക് തന്നെ വന്ന് പെടുന്നത് അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇതിന് മുൻപ് ഒരു റിലേഷൻഷിപ്പോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതൊന്നും അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതിന് മുൻപുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലൈഫിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവർ പോകുന്നു അവരില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല? കാരണം നിങ്ങളുടെ സോൾ തമ്മിൽ തമ്മിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു റീസൺ. നമ്മളുടെ സോളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത് നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ എടുത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു അകൽച്ചയിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ആലോചിക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കണക്ഷനിലില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ അവരെന്നെ ഓർക്കുന്നുണ്ടോ, എനിക്ക് അവരുടെ ചിന്തകൾ കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച്
പലപ്പോഴും മനസ്സിൽ കണക്റ്റ് ആവുന്നുണ്ട്. അവരിങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. മേ ബി ആ ഒരു എനർജിയും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ കണക്റ്റ് ആവുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവരും ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ എനർജി എവിടെയാണെന്നുണ്ടെങ്കിലും അത് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നമ്മൾ നേരത്തെ സിറ്റുവേഷൻ നോക്കിയപ്പോൾ പറഞ്ഞു രണ്ടുപേരും റെസ്റ്റിങ്ങിലാണെന്ന്, ഒരു സൈലൻസിൽ അങ്ങനെ പോകുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. പക്ഷേ മാനസികമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഓടിയെത്താൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മൂവ്മെൻ്റ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തി എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു ഹറിബറിയിൽ ഒരു കാര്യങ്ങളും എടുത്ത് ചാടി ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇച്ചിരി സ്ലോ ആണെന്നുണ്ടെങ്കിലും വളരെ സ്റ്റഡി ആയിട്ട്, അല്ലെങ്കിൽ ഇനി ഇതിനകത്തൊരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് പോലെ ഇതിനകത്തൊരു തകർച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ച് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ന്യൂ ചാപ്റ്റർ ഇതിനകത്തേക്ക് തുടങ്ങാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അത്രയേറെ ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്, അവരുണ്ടോ, അവർക്കിപ്പോൾ ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു പേഴ്സണും ആ ഒരു പെയിൻ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ രണ്ടുപേരുടെ ലോകം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടെ മറ്റൊരാൾക്കൊരു എൻട്രി പോലും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ചില ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കാണാൻ കഴിയാറുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പിന്നെ പെട്ടെന്ന് മറ്റാരിലേക്കും പോകാൻ കഴിയാത്ത രീതിയിൽ അതിനകത്ത് തന്നെ വളരെ സ്റ്റക്കായി പോവാം. ഇപ്പോൾ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്ന പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യത്തിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് ആ ഒരു വ്യക്തിയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം നിങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരവസ്ഥ. കാരണം നിങ്ങൾ രണ്ടുപേരും ഏത് സാഹചര്യത്തിലാണ് കൂട്ടിമുട്ടിയതെങ്കിലും ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. പരസ്പരം രണ്ടു പേർക്കും സപ്പോർട്ടായിട്ട് രണ്ടുപേരും നിന്നിട്ടുണ്ടാവാം. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അവരുടെ ഒരു ഗ്രോയിങ്ങിന് ഇപ്പോൾ സെൽഫ് ഗ്രോത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിക്കോട്ടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ വ്യക്തിയിൽ നിന്ന് പല രീതിയിലുള്ള സപ്പോർട്ട്, നമ്മൾ ഇതുവരെ ചെയ്യാനായിട്ട് മടിച്ചു നിന്ന പല കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഉയർന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ പല കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നിയേക്കാം. ചിലപ്പോൾ കൂട്ടിമുട്ടാൻ പറ്റാത്ത ഒരു പ്രായത്തിലായിരിക്കും ചിലർ കണ്ടുമുട്ടുന്നത്. ഇനിയൊരു നമ്മൾ എന്താ പറയുക, ഇനിയൊരു അംഗത്തിന് വാല്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഏജിൽ പോലും ചില വ്യക്തികൾ ഇതുപോലെയുള്ള പേഴ്സൺസുമായിട്ട് കണക്റ്റ് ആവാറുണ്ട്. ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ വന്ന ശേഷം മറ്റൊന്നിലേക്കും പോവാതെ അത്രയേറെ രണ്ടുപേരും ഒരേ എനർജിയിൽ ചിലപ്പോൾ പോകാനുള്ള ഒരു സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്നൊക്കെ പറയുന്നത് പോലെ അവിടുന്ന് ചേർത്ത് വെച്ച രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നിയോഗത്തിൽ നിങ്ങൾ വന്ന് ഇതുപോലെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തികൾ തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഏത് ഏജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ പലർക്കും പലതായിരിക്കാം, സിറ്റുവേഷൻ പലതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അത്രയേറെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ലൈഫിലുണ്ട്, നേരെ തിരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ വളരെ സ്റ്റഡി ആയിട്ട് ഇപ്പോൾ ഇതിനകത്തൊരു തകർച്ച വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വീണ്ടും കെട്ടിപ്പൊക്കി നല്ല രീതിയിൽ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നും കൂടി പ്രാക്ടിക്കലായിട്ട് ചിലപ്പോൾ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് എടുത്തിയാടി എന്തെങ്കിലും ചെയ്ത് കുളമാകുന്നതിനേക്കാളും നല്ലത് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേബി സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാൻ നമ്മൾ പറയില്ല, അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടബോധമുണ്ട് അവിടെ. നേരത്തെ നമ്മൾ നിങ്ങളുടെ അവിടെ ആ ഒരു നമ്മൾ സിറ്റുവേഷൻ നോക്കിയപ്പോൾ 5 ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു നഷ്ടബോധം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വലിയൊരു ലോസ് വന്നതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു മൈൻഡിൽ ഒരു പെർഫെക്റ്റ് മാച്ച് അല്ലെങ്കിൽ ആ ഒരു പെയർ, നമ്മൾ പറഞ്ഞ പോലെ മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് അവർക്ക് ആരെയും മനസ്സിനകത്ത്
കയറ്റി ഇരുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൂടെയൊക്കെ ചില വ്യക്തികൾ കടന്നു പോയി കഴിഞ്ഞാൽ പോലും യൂണിവേഴ്സായിട്ട് വീണ്ടും ഇത് പറഞ്ഞു കൊടുക്കുന്ന പോലെ കൊണ്ടുവരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു എനർജി മറ്റൊരു തരത്തിലും കൂടി നമ്മൾ പറയുമ്പോൾ റിലേഷൻഷിപ്പിനോട് വളരെയധികം ഇൻറ്റിമസിയും താല്പര്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സെൽഫ് ഗ്രോത്ത് ഉണ്ടായ ശേഷം ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവാം, എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ അവരൊന്ന് സ്റ്റേബിൾ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത്രയും വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആ ഒരു പേഴ്സണ് അവരുടെ ഒരു സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഇതിനകത്ത് ആക്ഷൻ എടുക്കും. ഇപ്പോൾ ഇവരൊരു ആക്ഷൻ എടുക്കുന്നില്ല, സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കും. അവർക്ക് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ്. അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല. കാരണം എത്ര കറങ്ങി തിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അവർ ഇതിലേക്ക് തന്നെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ തന്നെ സെയിം ആയിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥയും. അങ്ങനെ തന്നെ ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു എത്ര അകൽച്ചയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെലിപ്പതി കണക്ഷൻ, ആ ഒരു നെറ്റ്വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. നിങ്ങളുടെ ഒരു എനർജി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷനിലാണോ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ടും എന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മളുടെ മെയിൻ ടോപ്പിക് ഇതായിരുന്നു. എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ അകൽച്ചയിലാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നിങ്ങളെ വിട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ ആ ഒരു ഒത്തൊരുമ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പരസ്പരം നിങ്ങളെ ചേരൂ, അല്ലെങ്കിൽ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ ചേരണം എന്നുള്ള ആ ഒരു എനർജി നമുക്കിതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ചെറിയ തടസ്സങ്ങൾ, കാര്യങ്ങൾ, സ്റ്റക്നെസ്, ഹാർട്ട് പെയിൻ ഒക്കെ മാറി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വ്യക്തിയെ പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി, അങ്ങനെ പോസിറ്റീവ് മൈൻഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റീഡിംഗ് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഇത്ര തകർച്ചയുണ്ടെങ്കിലും ഇത് ഓക്കെ ആവും, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നിലേക്ക് കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.